വെൽക്കം എവരി വൺ. ഈ വീഡിയോ ട്യൂട്ടോറിയലിൽ നമ്മൾ കവർ ചെയ്യുന്നത് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ S7 BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന സബ്ജക്റ്റിൽ മോഡ്യൂൾ 6ൻ്റെ ലാസ്റ്റ് വരുന്ന ഒപ്റ്റിക്കൽ ടൈം ഡൊമെയിൻ റിഫ്ലക്ടോമീറ്ററാണ്. സോ ഈ ഒപ്റ്റിക്കൽ ടൈം ഡൊമെയിൻ റിഫ്ലക്ടോമീറ്റർ ബേസിക്കലി യൂസ് ചെയ്യുന്നത് ഒരു ഒപ്റ്റിക്കൽ ഫൈബറിനെ ടെസ്റ്റ് ചെയ്യാനാണ്. സിമിലർലി ടെസ്റ്റിങ്ങിനോടൊപ്പം അതിൽ നിന്ന് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് അറ്റുനുവേഷൻ, സിമിലർലി അതിലുണ്ടാകുന്ന ഫോൾട്സ്, ജോയിൻറ്റ്സ്, അതിലെല്ലാം ഉണ്ടാകുന്ന അറ്റുനുവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് മെഷർമെൻറ്റിന് വേണ്ടിയിട്ടാണിത് യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് മെയിൻ എയിം എന്ന് പറയുന്നത് ടു ഡിറ്റക്റ്റ്, ലൊക്കേറ്റ് ആൻഡ് മെഷർ ഈവൻറ്റ്സ് അറ്റ് എനി ലൊക്കേഷൻ ഇൻ ദ ഫൈബർ ഒപ്റ്റിക് ലിങ്ക്, റൈറ്റ്. അപ്പം ഈ പറയുന്ന ഒപ്റ്റിക്കൽ ടൈം ഡൊമെയിൻ റിഫ്ലക്ടോമീറ്ററിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എവിടെയാണോ ഫോൾട്ട് വരുന്നത് അതിനെ ഡിറ്റക്റ്റ് ചെയ്യുക, സിമിലർലി അതിനെ എക്സാക്ട് പോയിൻ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക, സിമിലർലി അവിടെ ഉണ്ടായിരിക്കുന്ന ഫോൾട്ട് എന്ത് ടൈപ്പ് ഓഫ് ഫോൾട്ടാണ്, റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റിഫ്ലക്ടോമീറ്ററാണ് ബേസിക്കലി OTDR, റൈറ്റ്. ഇത് ടൈം ഡൊമെയിനിലാണ് വർക്ക് ചെയ്യുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇത് ആൾമോസ്റ്റ് സിമിലർ ടു എ 100 അല്ലെങ്കിൽ 1 ഡയമെൻഷണൽ റഡാർ സിസ്റ്റത്തിന് ഇക്വലൻ്റ് ആണ്, റൈറ്റ്. ക്യാൻ ടെസ്റ്റ് എ ഫൈബർ ഫ്രം ഓൺലി 1 എൻഡ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളൊരു ഫൈബറിൻ്റെ ഒരു എൻഡിൽ ലേസറിൻ്റെ റൈറ്റ് പവർ കൂടിയൊരു പൾസ് അപ്ലൈ ചെയ്യും. അപ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന പ്രിൻസിപ്പിൾ വെച്ച് വർക്ക് ചെയ്യുന്നതാണ് OTDR, റൈറ്റ്. ഈ OTDR വഴി നമുക്ക് ജോഗ്രഫിക് ഇൻഫർമേഷൻ നമുക്ക് പലപ്പോഴും അറിയാൻ പറ്റും. എവിടെയാണ് ഈ പറയുന്ന ലോസ് ഉണ്ടാകുന്നത്, എവിടെയാണ് കറസ്പോണ്ടിങ് ഫൈബറിൽ ബ്രേക്ക് ഉണ്ടായിരിക്കുന്നത്, ആ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് എക്സാക്ട്ലി ഐഡൻറ്റിഫൈ ചെയ്യാനും സിമിലർലി ഇതൊരു പെർമനൻറ്റ് റെക്കോർഡായിട്ട് കീപ്പ് ചെയ്യാനും ഇത് വളരെ യൂസ്ഫുള്ളാണ്. സോ OTDRൻ്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മളൊരു ലാർജ് ഒപ്റ്റിക്കൽ സിഗ്നൽ, പവർ ലെവൽ കൂടിയൊരു വലിയൊരു ഒപ്റ്റിക്കൽ സിഗ്നൽ നമ്മൾ ഫൈബറിലേക്ക് അപ്ലൈ ചെയ്യും. ഫൈബറിലേക്ക് അങ്ങനെ ഒരു ഒപ്റ്റിക്കൽ സിഗ്നൽ അപ്ലൈ ചെയ്യുമ്പം ഈ ഈവൻറ്റ്സ് നടക്കുന്നിടത്ത് നിന്ന് അത് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് നമ്മുടെ കറസ്പോണ്ടിങ് ഈ ഡിവൈസിലേക്ക് വരും. അപ്പം അതിൽ നിന്നാണ് കറസ്പോണ്ടിങ്ലി എവിടെയാണ് ഫോൾട്ട് ഉണ്ടായിരിക്കുന്നത്, എന്ത് ടൈപ്പ് ഓഫ് ഫോൾട്ടാണ്, അറ്റുനുവേഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നത്. അപ്പം ഈ രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ഈ പറയുന്ന സിഗ്നലിൽ നിന്ന് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അൽഗോരിതംസ് ഉണ്ട്. ഈ അൽഗോരിതത്തിൻ്റെ ഹെൽപ്പോടുകൂടി എക്സാക്ട്ലി എത്ര ലോസാണ് അവിടെ നടന്നത്, എന്ത് ഫോൾട്ടാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്, അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. സോ ഇത് എക്സാമിനേഷന് ചോദിക്കുമ്പം ഡെഫിനറ്റ്ലി എഴുതാൻ പറ്റുന്ന ഒരു പോയിൻ്റാണ് 1 ഡയമെൻഷണൽ റഡാർ സിസ്റ്റമാണ്. സിമിലർലി ഒരു സിംഗിൾ എൻഡഡ് ടെസ്റ്റിംഗ് ആണ്. സിമിലർലി ഇതേ കണക്ക് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന സ്മോൾ സിഗ്നൽസ് ഇൻ റെസ്പോൺസ് ടു ആൻ അപ്ലൈഡ് ലാർജ് സിഗ്നൽ വി ക്യാൻ ഐഡൻറ്റിഫൈ ദ എക്സാക്ട് ലൊക്കേഷൻ ഓഫ് ഫോൾട്ട്. ഫ്രം ദാറ്റ് വി ക്യാൻ ഐഡൻറ്റിഫൈ അറ്റുനുവേഷൻ റിലേറ്റഡ്ലി ഓൾ ദ ഈവൻറ്റ്സ് ഒക്കറിങ് ഇൻ എ ഒപ്റ്റിക്കൽ ഫൈബർ, റൈറ്റ്. നെക്സ്റ്റ്, ഈ OTDR ഇത്രയും പോപ്പുലർ ആയതിൻ്റെ റീസൺ ഈ സ്ലൈഡിൽ കാണിക്കുന്നതാണ്. കാരണം ഈ OTDR വഴി നമുക്ക് ഇത്രയ്ക്കധികം വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. ഫൈബർ ലോസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടും, സിമിലർലി ലോസ് പെർ യൂണിറ്റ് ലെന്ത് കിട്ടും, സിമിലർലി കണക്ടർ ഇൻസേഷൻ ലോസ്, സിമിലർലി കണക്ടർ റിട്ടേൺ ലോസ്, സിമിലർലി സ്പ്ലൈസിംഗ് ലോസ്, സിമിലർലി ഇൻ്റർ സ്പ്ലൈസ് ലോസ്, സിമിലർലി അബ്സൊല്യൂട്ട് ഫൈബർ ലെന്ത്, സിമിലർലി എവിഡൻസ് ഓഫ് മൈക്രോ ബാർ മാക്രോ ബെൻഡിങ് ആൻഡ് പൊസിഷനിങ് ഓഫ് കേബിൾ ഡിഫക്ട്സ് ഓർ ബ്രേക്സ്, റൈറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒറ്റയടിക്ക് അത് വിഷ്വലൈസേഷൻ പിക്ചോറിയൽ ഫോമിലാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ എളുപ്പം, ഐഡൻറ്റിഫിക്കേഷൻ എളുപ്പമാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒരു സിംഗിൾ എൻഡഡ്, അതായത് ഒരു ഫൈബറിൻ്റെ ഒരു എൻഡിൽ നിന്ന് മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. അതിനോടൊപ്പം അത് കറസ്പോണ്ടിങ്ങിൽ എവിടെയാണ് ഫോൾട്ട് എന്നുള്ളത് നമുക്ക് കറക്റ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ പലപ്പോഴും ട്രാൻസ്മിറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് പോലും എക്സാക്ട്ലി എവിടെയാണ് ഫോൾട്ട് ഉണ്ടായെന്നുള്ള ഐഡൻറ്റിഫിക്കേഷൻ വളരെ എളുപ്പമാണ്. അപ്പോൾ എക്സാക്ട്ലി ആ പോയിന്റിൽ ഇൻ സം സെൻറ്റിമീറ്ററിൻ്റെ റേഞ്ചിൽ വരുന്ന എക്സാക്റ്റ് ആ ലൊക്കേഷനിൽ പോയി ഡിഗ് ചെയ്ത് ആ ഫൈബർ കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നുള്ളൂ, റൈറ്റ്. സോ ഈ OTDR വർക്ക് ചെയ്ത് പോകുന്നത് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒപ്റ്റിക്കൽ ഫിനോമിനാസാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റെയിലേ ബാക്ക് സ്കാറ്ററിങ്ങും, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫ്രണൽ റിഫ്ലക്ഷനുമാണ്. നമുക്കറിയാം റെയിലേ ബാക്ക് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് ഫൈബർ മെറ്റീരിയലിൻ്റെ ഒരു ഇൻട്രൻസിക് ആയിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അത് എല്ലാ ഫൈബറിനും എല്ലാ ലെന്തിലും കാണുന്നതാണ്. അതിനോടൊപ്പം ഈ റെയിലേ സ്കാറ്ററിംഗ് യൂണിഫോമാണ്, ലെന്തുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ യൂണിഫോമാണ്. ബട്ട് വേറൊരു കാര്യം ഓർത്തിരിക്കണം, റെയിലേ സ്കാറ്ററിംഗ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു λ⁴ ആണ്. അപ്പോൾ വേവ് ലെന്ത് കൂടുതലാണെങ്കിൽ റെയിലേ സ്കാറ്ററിംഗ് കുറഞ്ഞു പോകുന്നു എന്നുള്ള കാര്യവും ഓർത്തിരിക്കുക. ഹയർ വേവ് ലെന്തുകളിലാണ് നമ്മുടെ ഫൈബർ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടെങ്കിൽ റെയിലേ സ്കാറ്ററിംഗ് ഒബ്വിയസ്ലി കുറഞ്ഞിരിപ്പുണ്ടാകും. അപ്പോൾ ഈ റെയിലേ സ്കാറ്ററിംഗ് പറഞ്ഞു വന്നത് വളരെ യൂണിഫോം ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അത് ഫൈബറിൻ്റെ എല്ലാ ലെന്തുകളിലും അത് കാണുന്നതാണ്, ഒരു പർട്ടിക്കുലർ വേവ് ലെന്ത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ.
സോ അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മളൊരു ലാർജ് ഒപ്റ്റിക്കൽ സിഗ്നൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും റിലേ സ്കാറ്ററിംഗ് ആണ്. അപ്പോൾ കുറേ സിഗ്നൽസ് എപ്പോഴും ഒരു പർട്ടിക്കുലർ ലെവലിൽ വരുന്ന ഒരു സിഗ്നൽസ് എപ്പോഴും അത് ബാക്ക് സ്കാറ്റർ ചെയ്ത് അല്ലെങ്കിൽ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ ട്രാൻസ്മിറ്റിംഗ് സൈഡിലേക്ക് അത് വരും. റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് യൂണിഫോം ആണ്. സിമിലർലി then discontinuities in the backscatter can be used to identify anomalies in the transmission along the length of the fiber. അപ്പോൾ ഈ ബാക്ക് സ്കാറ്ററിങ്ങിൽ അല്ലെങ്കിൽ റിലേ സ്കാറ്ററിംഗ് വഴി വരുന്ന സിഗ്നലിന് സഡനായിട്ടൊരു വേരിയേഷൻ വരുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഇഷ്യൂ ഉണ്ട് എന്നുള്ളതിൻ്റെ ഇൻഫോർമേഷനാണ് അവിടെ വന്നു പോകുന്നത്. റൈറ്റ്. ഇനി ഇതിനോടൊപ്പം ഞാൻ പറഞ്ഞു അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിനോമിനയാണ് ഫ്രണ്ടൽ റിഫ്ലക്ഷൻ. എക്സാക്ട്ലി പറയുമ്പം OTDRല്ല ഓരോ ഈവൻസിനെ അല്ലെങ്കിൽ ഒരു ഫോൾട്ട് ഉണ്ടായി അല്ലെങ്കിൽ ഒരു ജോയിൻ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു കണക്ടർ ലോസ് ഉണ്ട്, സിമിലർലി അതേ കണക്കുള്ള ഇഷ്യൂസ് എല്ലാം ഉണ്ടെങ്കിൽ അതിനെ എക്സാക്ട്ലി ഐഡൻറ്റിഫൈ ചെയ്യുന്ന റിലേ സ്കാറ്ററിംഗ് വെച്ചിട്ടല്ല, അതിന് പകരം ഫ്രണ്ടൽ റിഫ്ലക്ഷനാണ്. അപ്പോൾ ഫ്രണ്ടൽ റിഫ്ലക്ഷൻ ബേസിക്കലി പോയിൻ്റ് ഈവൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. അതിനോടൊപ്പം നോട്ട് ചെയ്യേണ്ടത് ഫ്രണ്ടൽ റിഫ്ലക്ഷൻ എപ്പോഴും ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈബർ എയറുമായിട്ട് കോൺടാക്റ്റ് വരുന്ന സമയങ്ങളിലാണ് ഈ പറയുന്ന ഫ്രണ്ടൽ റിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്. അത് എക്സാമ്പിളാണ് ഈ പറയുന്ന മെക്കാനിക്കൽ കണക്ഷൻ, സ്പ്ലൈസിങ്, ജോയിൻറ്റ്സ് ഒക്കെ വരുമ്പം ഫ്രണ്ടൽ റിഫ്ലക്ഷൻസ് ഒബ്വിയസ്ലി ഉണ്ടാകും. സോ OTDRൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ഡയഗ്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു ഫൈബറിലേക്ക് പൾസ് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ നമ്മുടെ മെയിൻ എയിം. റൈറ്റ്. അപ്പം ഇവിടെ നിന്ന് നമ്മളൊരു പൾസ് ജനറേറ്റർ വഴി ഒരു പൾസ് ജനറേറ്റർ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ലേസർ ഇൻപുട്ടിലേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലേസറിനെ അല്ലെങ്കിൽ ആ ലേസറിൻ്റെ ഇൻപുട്ടിലേക്ക് ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പൾസ് ജനറേറ്ററിൽ നിന്ന് വരുന്ന ഒരു പോർഷൻ ഈ ലേസർ ഡയോഡ് വഴി അത് ഫൈബറിലേക്ക് കപ്പിൾ ചെയ്ത് ഫൈബറിലേക്ക് എൻ്റർ ചെയ്ത് പോകുന്നുണ്ട്. റൈറ്റ്. ഇനി ഇതിന് ഞാൻ പറഞ്ഞു ഇത് 1 എൻഡഡ് അല്ലെങ്കിൽ സിംഗിൾ എൻഡഡ് ടെസ്റ്റിംഗ് ഡിവൈസ് ആണ്. അപ്പോൾ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്ന ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന റെഡ് കളറിലാണ് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നത്. ഇനി തിരിച്ച് ഫൈബറിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന സിഗ്നൽസ് ഈ ഡയറക്ഷനിൽ വരും. വന്നിട്ട് അഗെയിൻ ഈ പോയിന്റിൽ വന്ന് കപ്ലർ വഴി ഫോട്ടോ ഡയോഡിലേക്ക് തിരിച്ചെൻ്ററാവും. ഫോട്ടോ ഡയോഡ് നമുക്കറിയാം ഫോട്ടോ ഡിറ്റക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. വളരെ വീക്കർ ലെവലിലാണ് സിഗ്നൽ വരുന്നത്. അതുകൊണ്ട് ഒരു ആംപ്ലിഫയറിൻ്റെ ആവശ്യമുണ്ട്. ആംപ്ലിഫയർ വേണ്ടി ഇതെല്ലാം ഡിജിറ്റൽ ടെക്നിക്സാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് സാമ്പിളിംഗ് ആൻഡ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ വേണം. സിമിലർലി അത് കഴിഞ്ഞിട്ട് ഇതിനെ പ്രോസസ്സിംഗ് സർക്യൂട്ടറീസ് വേണം. ഈ സാമ്പിളിംഗ് ആൻഡ് അനലോഗ് ഡിജിറ്റൽ കൺവേർട്ടറിലും സിമിലർലി ആവറേജ് പ്രോസസ്സിങ്ങിനും ഇനിഷ്യലി കൊടുത്ത പൾസിൻ്റെ വിത്ത് റെസ്പെക്റ്റുമായിട്ട് വേണം വർക്ക് ചെയ്യിക്കാൻ. റൈറ്റ്. അപ്പം അതുകൊണ്ടാണ് ഈ ഫിഗറിൽ അതിൻ്റെ ഒരു പോർഷൻ നമ്മൾ പിന്നീട് യൂസ് ചെയ്യുന്നുണ്ട്. റൈറ്റ്. സിങ്ക്രണൈസേഷൻ പർപ്പസിന് വേണ്ടി ഇത് വീണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ എക്സാക്ട്ലി t=0 മില്ലി സെക്കൻഡിൽ നമ്മൾ പൾസ് ട്രാൻസ്മിറ്റ് ചെയ്ത് തിരിച്ച് കിട്ടിയ t=2 മില്ലി സെക്കൻഡ് ആണെന്ന് അസ്യൂം ചെയ്യുക. അപ്പം ആ ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് നമുക്ക് പലപ്പോഴും ഈ പറയുന്ന പൾസ് ജനറേറ്ററിൻ്റെ ഒരു പോർഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ടാണ് ഫർദർ പ്രോസസ്സ് ചെയ്ത് ഇത് ഡിസ്പ്ലേ ചെയ്ത് നമുക്ക് ഫൈനലി കാണിക്കുന്നത്. ഇത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുമ്പം ഒരു പൾസ് ജനറേറ്ററിൽ ടൈം ബേസ് കൺട്രോൾ യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ടൈം ബേസ് കൺട്രോൾ യൂണിറ്റിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു റെഫറൻസ് കണക്ക് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിലും തിരിച്ച് സിമിലർലി റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന സിഗ്നലിലും ഒരു റെഫറൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ട്രാൻസ്മിറ്റിംഗ് സൈഡ് ചെക്ക് ചെയ്യുമ്പം ലേസർ ഡയോഡ് സിമിലർലി കപ്ലർ വഴി ഫൈബറിലേക്ക് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്തു. ഈവൻസ് നടക്കുമ്പം അല്ലെങ്കിൽ കറസ്പോണ്ടിങ് റിയൽ റിഫ്ലക്ഷൻ ഉണ്ടെങ്കിലും അത് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിപ്പുണ്ടാകും. ഈ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന സിഗ്നൽ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഡിറ്റക്ടറിലേക്ക് എൻ്റർ ചെയ്യും. ഫോട്ടോ ഡയോഡാകാം. സിമിലർലി അത് കഴിഞ്ഞിട്ട് ആംപ്ലിഫിക്കേഷൻ സ്റ്റേജ് ഉണ്ട്. അതിനെ ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സാമ്പിളിംഗ് ആൻഡ് ADC ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആവറേജ് പ്രോസസ്സിംഗ് യൂണിറ്റും ഉണ്ട്. റൈറ്റ്. ഈ പ്രോസസ്സിംഗ് യൂണിറ്റ്സ് എല്ലാം വെച്ച് റെഫറൻസ് പ്രൊവൈഡ് ചെയ്യും. സിമിലർലി അതിന് ഔട്ട് ചെയ്ത് ഡിസ്പ്ലേ യൂണിറ്റിൽ നമുക്കത് വിഷ്വലൈസ് ചെയ്യാനുള്ളതും കഴിയും. സോ നെക്സ്റ്റ് നമ്മൾ OTDRൻ്റെ ഗ്രാഫ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ബേസിക്കലി വരുന്നത് ലോസ് ഇൻ എ ഫൈബർ ലിങ്ക് ആസ് എ ഫങ്ഷൻ ഓഫ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് X ആക്സിസ് എടുത്തിട്ട് Y ആക്സിസിൽ അതിൻ്റെ ലോസസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്ത് വരുന്നത്. റൈറ്റ്. ഇനി നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് ട്രാൻസ്മിറ്റിംഗ് പൾസസ് ഇൻ ആൻ ഒപ്റ്റിക്കൽ ഫൈബർ ആൻഡ് ബൈ മെഷറിംഗ് ദ റിഫ്ലക്റ്റഡ് സിഗ്നൽ വി ക്യാൻ കാൽക്കുലേറ്റ് ആക്ച്വലി ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഈവൻറ്റ്സ് ഓക്കറിങ് ഇൻ ദ ഫൈബർ. റൈറ്റ്. സോ ഈ OTDR ബേസിക്കലി ചെയ്യുന്നത് ടൈമിനെ ഡിസ്റ്റൻസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നൽ പർട്ടിക്കുലർ ടൈം കഴിഞ്ഞിട്ടാണ് തിരിച്ച് കിട്ടുന്നത്. അപ്പോൾ ആ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ടൈമിൻ്റെ ഇൻഫോർമേഷനെയാണ് ഫർദർ ഡിസ്റ്റൻസിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ കിട്ടുന്ന ഡിസ്പ്ലേയിൽ നിന്ന് നമുക്ക് ഡിസ്റ്റൻസിനൊത്ത രീതിയിലുള്ള ലോസിൻ്റെ ഇൻഫോർമേഷനാണ് ബേസിക്കലി കിട്ടുന്നത്. റൈറ്റ്. ഇനി നേരത്തെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. പൾസ്ഡ് ലേസറുണ്ട്. ഇത് വളരെ ക്രൂഡായിട്ടുള്ളൊരു ഫിഗറാണ്. അഡീഷണൽ ആയിട്ടുള്ള ടൈംസ് അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ബ്ലോക്സ് ഒന്നും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പൾസ്ഡ് ലേസർ പൾസസ് ലാർജ് പൾസസ് നമ്മൾ അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞു. ഒരു ഒപ്റ്റിക്കൽ കപ്ലർ വഴി ഇത്
ഫൈബറിലേക്ക് അപ്ലൈ ചെയ്ത് പോകുന്നുണ്ട്. റൈറ്റ്, ഈ ഫിഗറിൽ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഈ സ്പ്ലൈസ് ഇരിക്കുന്നിടത്ത് നോക്കുക. റൈറ്റ്, ഇവിടെ ഒരു സ്പ്ലൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സ്പ്ലൈസിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നൽ കുറച്ച് പോർഷൻ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് ഈ ഒരു എൻഡിലേക്ക് വരുന്നുണ്ട്. അത് എന്നിട്ട് നമുക്ക് കറസ്പോണ്ടിങ്ങിൽ ഡിസ്പ്ലേയിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു സ്പ്ലൈസ് ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു സഡൻ ആയിട്ടുള്ള റിഫ്ലക്ഷൻ വന്ന് നമ്മുടെ ഫിഗറിൽ ഒബ്റ്റെയിൻ ചെയ്ത് പോയി. ഇവിടെ സ്പ്ലൈസിങ് ഇല്ലായിരുന്നെങ്കിൽ ആ സിഗ്നൽ കണ്ടിന്യൂസ്ലി തന്നെ പോകും. പിന്നെ അതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത് നേരത്തെ മെൻഷൻ ചെയ്തിരിക്കുന്ന യൂണിഫോം ആയിട്ട് വരുന്ന റെയിലേ സ്കാറ്ററിംഗ് ആയിട്ടുള്ള സിഗ്നൽ മാത്രം ആയിരിക്കും. സ്പ്ലൈസിങ് കാരണം ഒരു അഡീഷണൽ ആയിട്ടൊരു ടേമാണ് ഇവിടെ ജനറേറ്റ് ചെയ്ത് വരികയും ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് റെയിലേ ബാക്ക് സ്കാറ്ററിംഗ് എന്താണെന്ന് ചെക്ക് ചെയ്യാം. ഈ റെയിലേ ബാക്ക് സ്കാറ്ററിംഗ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഫൈബറിലെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫിനോമിനയാണ്. അത് ഇൻഹറൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പോൾ OTDRൻ്റെ കർവ് നമ്മൾ ചെക്ക് ചെയ്യുമ്പം റെയിലേ ബാക്ക് സ്കാറ്ററിംഗ് എപ്പോഴും തന്നെ കാണും. സിമിലർലി ഈ റെയിലേ ബാക്ക് സ്കാറ്ററിങ്ങിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻ വഴിയാണ് ഫൈബറിൻ്റെ അറ്റന്യൂഷൻ എത്രയാണെന്നുള്ള ഇൻഫോർമേഷൻ കിട്ടുന്നത്. റൈറ്റ്, അപ്പം ഇതിനകത്ത് യൂണിഫോംലി ഡൗൺവേർഡ് സ്ലോപ്പായിട്ടുള്ളൊരു സിഗ്നലാണ് ബേസിക്കലി കിട്ടുന്നത്. ആ ഡൗൺവേർഡ് സ്ലോപ്പ് കറസ്പോണ്ട് ചെയ്ത് വരുന്നത് റെയിലേ ബാക്ക് സ്കാറ്ററിംഗ് ആണ്. റെയിലേ ബാക്ക് സ്കാറ്ററിങ്ങിൽ നിന്ന് നമുക്ക് അറ്റന്യൂഷനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ കിട്ടും. ടിപ്പിക്കലി വരുന്ന ഈ ബാക്ക് റിഫ്ലക്ഷൻ ലെവൽ എന്ന് പറയുന്നത് ആൾമോസ്റ്റ് -75 dB ആണ്. റൈറ്റ്, ഇനി നേരത്തെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, ഹൈ വേവ് ലെന്ത് വരുന്ന കേസുകളിൽ റെയിലേ ബാക്ക് സ്കാറ്ററിങ്ങിൻ്റെ അറ്റന്യൂഷൻ കുറഞ്ഞിരിക്കും. കാരണം നേരത്തെ പറഞ്ഞു റെയിലേ ബാക്ക് സ്കാറ്ററിംഗ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു വേവ് ലെന്ത് ആണ്. അത് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു λ⁴ ആയിട്ടാണ് പോകുന്നത്. റൈറ്റ്, ഇനി ടിപ്പിക്കലി നമുക്ക് കിട്ടുന്ന ഒരു ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ടിപ്പിക്കലി കിട്ടുന്ന OTDRൽ നിന്ന് കിട്ടുന്ന കർവാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നോക്കുക, ഈ ഒരു പോർഷൻ, റൈറ്റ്, ഈ ഒരു പോർഷനിൽ റെയിലേ ബാക്ക് സ്കാറ്ററിംഗ് ആണ്. ഇവിടെ നിങ്ങൾ ഈ ഫിഗറിൽ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ വെച്ച് റിഫ്ലക്ഷൻസ് നടക്കുന്നുണ്ട്. സിലിക്ക പാർട്ടിക്കിൾസിൽ തട്ടിയാണ് ഇത് തിരിച്ചു വരുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഫിഗറിൽ റെയിലേ ബാക്ക് സ്കാറ്ററിംഗ് ആയിട്ട് കാണുന്നത്. ഇതെല്ലാമാണ് നേരത്തെ പറഞ്ഞ ഫ്രണ്ടൽ റിഫ്ലക്ഷന് കറസ്പോണ്ട് ചെയ്ത് വരുന്ന ഈവൻ ഫിനോമിനാസ്. റൈറ്റ്, ഇവിടെ ഒരു സ്പ്ലൈസിങ് കാണാം. സിമിലർലി ഇവിടെ അടുത്തൊരു കണക്ടറോ റിലേറ്റഡ് ആയിട്ടുള്ള ബ്രേക്കോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണും. അപ്പോൾ ഇവിടെ യൂണിഫോംലി ഡൗൺവേർഡ് ആയിട്ടാണ് ഈ സ്ലോപ്പ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഈ ഇൻഫോർമേഷനിൽ നിന്ന് ബേസിക്കലി അറ്റന്യൂഷൻ എത്രയാണെന്ന് കിട്ടും. എക്സ് ആക്സിസ് കാണിച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ്. ഇവിടെ മീറ്റർ റേഞ്ചിൽ എടുത്തിട്ടുണ്ട്. സിമിലർലി ഇവിടെയാണെങ്കിലോ ലോസ് ആണ് കാണിച്ചിരിക്കുന്നത്. റൈറ്റ്, ലോസ് എങ്കിലെങ്കിൽ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് മാഗ്നിറ്റ്യൂഡിൻ്റെ റേഷ്യോ ആയിരിക്കും കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഫ്രണ്ടൽ റിഫ്ലക്ഷൻസ് ചെക്ക് ചെയ്യാം. ഈ ഫ്രണ്ടൽ റിഫ്ലക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്, ഇവിടെ ഒരു സഡൻ ആയിട്ടൊരു ചേഞ്ച് വരുമ്പോഴാണ് ഫ്രണ്ടൽ റിഫ്ലക്ഷൻസ് ഉണ്ടാകുന്നത്. അതിന് എക്സാമ്പിൾ നേരത്തെ പറഞ്ഞാൽ ഫൈബർ ബ്രേക്ക് വരാം. സിമിലർലി മെക്കാനിക്കൽ സ്പ്ലൈസിങ്, സിമിലർലി കണക്ടർ ലോസസ്, അതെല്ലാം തന്നെ ഒരു സ്പൈക്കിനെ ജനറേറ്റ് ചെയ്യും. ഇതിൻ്റെ വാല്യൂ ടിപ്പിക്കലി -55 dB മുതൽ -65 dB ആണ്. റെയിലേ ബാക്ക് സ്കാറ്ററിംഗ് യൂണിഫോം ആയിരുന്നു, അത് -75 dBയിലാണ് വന്നിരിക്കുന്നത്. സിമിലർലി ഫ്രണ്ടൽ റിഫ്ലക്ഷൻസ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി 20,000 ടൈംസ് ഹയർ ദാൻ ഫൈബേഴ്സ് ബാക്ക് സ്കാറ്ററിംഗ് ലെവൽ. അപ്പോൾ റെയിലേ സ്കാറ്ററിങ്ങിൻ്റെ കാലം ആൾമോസ്റ്റ് 20,000ഓളം തന്നെ ഹയർ ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ് ഫ്രണ്ടൽ റിഫ്ലക്ഷൻസ്. ഇനി അടുത്ത് നിങ്ങൾ നോക്കേണ്ടത് ഇതിൻ്റെ എൻഡിന് ശേഷം, ഫൈബറിൻ്റെ എൻഡിന് ശേഷം ഒരു ഡെഡ് സോൺ ക്രിയേറ്റ് ചെയ്യും. റൈറ്റ്, ഫൈബറിൻ്റെ എൻഡ് വരുന്ന സമയങ്ങളിൽ അപ്പോഴും റിഫ്ലക്ഷൻസ് ഉണ്ടാകാം. ഫൈബർ എൻഡ് ചെയ്യുന്ന പോയിന്റുകളിലും ഈ പറയുന്ന റിഫ്ലക്ഷൻസ് ഉണ്ടാകാം. സോ നെക്സ്റ്റ് നമുക്ക് ഒരു ടിപ്പിക്കൽ OTDRൻ്റെ ട്രേസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ OTDRൻ്റെ കണക്ടർ കാരണം ഉണ്ടാകുന്ന ഒരു ലോസ് ആണ്. അടുത്ത ഫിഗറും കൂടെ നമുക്ക് നോക്കാം. റൈറ്റ്, OTDR കണക്ടർ കാരണം ഇവിടെ ഒരു ലോസ് ഉണ്ടായി. റൈറ്റ്, ഇനി ഇവിടെയാണെങ്കിലോ ഫ്യൂഷൻ സ്പ്ലൈസിങ് കാരണം ഒരു സഡൻ ജമ്പ് ഉണ്ടായി. സിമിലർലി അടുത്തൊരു കണക്ടർ കാരണം അവിടെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകുന്നുണ്ട്. ആദ്യത്തെ കണക്ടറും രണ്ടാമത്തെ കണക്ടറും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ കണക്ടറിൽ സം ഇഷ്യൂസ് ഉണ്ടെന്നുള്ള കാര്യം ഡെഫിനറ്റ്ലി ഫിഗറിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ആൻഡ് എഗെയിൻ കണക്ടർ അറ്റ് ദ എൻഡ് ഓഫ് ലിങ്ക്, ഇതാണ് ആ ഗോസ്റ്റ് റിഫ്ലക്ഷൻ, അല്ലെങ്കിൽ ഡെഡ് സോൺ ആയിട്ട് നമുക്ക് വന്നു പോകുന്ന ഏരിയയിൽ. റൈറ്റ്, ഇനി ഈ കണ്ടിന്യൂസ്ലി ഒരു ഡൗൺവേർഡ് സ്ലോപ്പ് ഉണ്ട്. അതിൽ നിന്നാണ് റെയിലേ സ്കാറ്ററിംഗ് ഉണ്ടാകുന്നതായിട്ടും സിമിലർലി അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻ അറ്റന്യൂഷൻ ആണെന്നും പറഞ്ഞു കഴിഞ്ഞു. എക്സ് ആക്സിസ് എഗെയിൻ ഡിസ്റ്റൻസ് ആണ്, കിലോമീറ്ററിലെടുത്തു. ആൻഡ് വൈ ആക്സിസ് നേരത്തെ പറഞ്ഞ കണക്ക് ഒന്നുകിൽ ലോസ് എടുക്കുക, ഇല്ലെങ്കിൽ ഗെയിൻ, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് മാഗ്നിറ്റ്യൂഡ് റേഷ്യോ, അത് പവറിലായിട്ടായിരിക്കും എടുക്കുന്ന, പവർ ഇൻ dB ആയിട്ടായിരിക്കും പ്ലോട്ട് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് റിഫ്ലക്ടോമെട്രി തിയറിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. നേരത്തെ തന്നെ പറഞ്ഞു, ബാക്ക് സ്കാറ്ററിംഗ് കാരണം ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച്. സോ അതിൻ്റെ റിലേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ബാക്ക് സ്കാറ്റേഡ് ഒപ്റ്റിക്കൽ പവർ ഈസ് ഗീവൺ ആസ് ½ ഇൻറ്റു പവർ ലോഞ്ച് ഇൻറ്റു ഫ്രാക്ഷൻ ഓഫ് ക്യാപ്ചേർഡ് ഒപ്റ്റിക്കൽ പവർ ഇൻറ്റു ഗാമ ആർ, അതായത് റെയിലേ സ്കാറ്ററിംഗ് കോഎഫിഷ്യന്റ് ഇൻറ്റു ഇൻപുട്ട് ഒപ്റ്റിക്കൽ പൾസ് വിഡ്ത്ത് ഇൻറ്റു ഗ്രൂപ്പ് വെലോസിറ്റി ഇൻറ്റു എക്സ്പൊണൻഷ്യൽ ഓഫ് മൈനസ് അറ്റന്യൂഷൻ കോഎഫിഷ്യന്റ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ഫൈബർ ഇൻറ്റു ഗ്രൂപ്പ് വെലോസിറ്റി ഇൻറ്റു ടൈം ആയിട്ടാണ് റിലേറ്റ് ചെയ്ത് പോകുന്നത്.
റൈറ്റ്. ഇതിൽ എസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു ഫ്രാക്ഷൻ ഓഫ് ക്യാപ്ചേർഡ് ഒപ്റ്റിക്കൽ പവർ. അത് റിലേറ്റ് ചെയ്തിരിക്കുന്ന ന്യൂമറിക്കൽ അപ്പർച്ചർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 × n1 സ്ക്വയർ. n1 എന്ന് പറയുന്നത് കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. സോ ഈ എക്സ്പ്രഷൻ പഠിക്കേണ്ട ഒരു എക്സ്പ്രഷനാണ്. ബാക്ക് സ്കാറ്റേഡ് ഒപ്റ്റിക്കൽ പവറിൻ്റെ എക്സ്പ്രഷനാണത്. റിഫ്ലക്ടോമീറ്റർ തിയറി ചോദിക്കുന്നുണ്ടെങ്കിൽ ½ × ഇൻപുട്ട് പവർ × ഫ്രാക്ഷൻ ഓഫ് ക്യാപ്ചേർഡ് ഒപ്റ്റിക്കൽ പവർ × Rayleigh scattering coefficient into input optical pulse width into group velocity into exponential minus gamma ആയിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്ന അറ്റന്യൂഷൻ കോഎഫിഷ്യന്റ് പെർ യൂണിറ്റ് ലെന്താണ് ഇൻറ്റു ഗ്രൂപ്പ് വെലോസിറ്റി ഇൻറ്റു ടൈം ആയിട്ടാണ് ഇത് റിലേറ്റ് ചെയ്ത് പോകുന്നത്. റൈറ്റ്. സോ നെക്സ്റ്റ് നമുക്ക് അറ്റന്യൂഷൻ മെഷർമെൻറ്റിന് യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻസ് ചെക്ക് ചെയ്യാം. റെയ്ലെ സ്കാറ്ററിംഗ് ആണ് ബേസിക്കലി യൂസ് ചെയ്യുന്നത്. അറ്റ് എനി ഡിസ്റ്റൻസ് എക്സിൽ പവർ ഫോളോ ചെയ്യുന്നത് ഈ ഫോമിലാണ്. റൈറ്റ്. പി എക്സ് അറ്റ് എനി ഡിസ്റ്റൻസ് എക്സിൽ പവർ എന്ന് പറയുന്നത് P0 എക്സ്പോണൻഷ്യൽ മൈനസ് ഇൻ്റഗ്രൽ 0 to x ബീറ്റ വൈ ഡി വൈ ആയിട്ടാണ്. വെയർ P0 എന്ന് പറയുന്നത് ഇൻപുട്ട് പവറാണ്. സിമിലർലി ബീറ്റ വൈ ഫൈബർ ലോസ് കോഎഫിഷ്യൻ്റ് ആണ്. അത് ബീറ്റ എന്ന് പറയുന്നത് അറ്റന്യൂഷനായിട്ട് റിലേറ്റ് ചെയ്ത് പോകുന്ന ആൽഫ ഡി ബി ബൈ 4.343 ആയിട്ടാണ് റിലേറ്റ് ചെയ്ത് പോകുന്നത്. നെക്സ്റ്റ് പവർ സ്കാറ്റേഡ് ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്ന സിഗ്നൽ ഇൻറ്റു എസ് ആയിട്ടാണ്. റൈറ്റ്. സോ PRX = S × PX ആയിട്ടാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് റിവേഴ്സ് ഡയറക്ഷനിൽ വരുന്ന പവർ. ഇനി ഇത് ഡിറ്റക്ടറിലേക്ക് എൻ്റർ ചെയ്യുമ്പം ഇപ്പോൾ കിട്ടിയിരിക്കുന്ന PRX ഇൻറ്റു ഇൻ്റഗ്രൽ -0 to x ബീറ്റ വൈ ഡി വൈ ആയിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. റൈറ്റ്. ഇവിടെ ആ എക്സ്പോണൻഷ്യലിൻ്റെ ബ്രാക്കറ്റിൽ കിടന്ന അതേ ടേമാണ് ഇൻ്റഗ്രൽ 0 to x ബീറ്റ വൈ ഡി വൈ മൈനസ് ഓഫ് ഇൻ്റഗ്രൽ 0 to x ബീറ്റ വൈ ഡി വൈ ആയിട്ടാണ്. സിമിലർലി ഇതിൽ നിന്ന് അറ്റന്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആൽഫ എക്സ് = 1/2x. റൈറ്റ്. 2 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഇവിടെ എക്സ് എത്തി തിരിച്ചും വരുമ്പോൾ 1/2x ആയി. ഇൻ്റഗ്രൽ 0 to x ആൽഫ വൈ പ്ലസ് ആൽഫ ഇൻറ്റു ആർ വൈ ഡി വൈ ആയിട്ടാണ് റിലേറ്റ് ചെയ്ത് പോകുന്നത്. സോ നേരത്തെ കണ്ടു കഴിഞ്ഞ ഫിഗേഴ്സാണ്. വേറെ ഫോമിനകത്ത് റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സോ ഇതിലെ ഫസ്റ്റ് ഈവൻറ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫ്രണ്ടൽ റിഫ്ലക്ഷൻ ഫ്രം ഫസ്റ്റ് കണക്ടർ ഇവിടെ 1 ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. റൈറ്റ്. സിമിലർലി സെക്കൻഡ് എന്ന് പറയുന്നത് ബാക്ക് സ്കാറ്റേർഡ് ലൈറ്റ് ഫ്രം ഫൈബറാണ്. തേർഡ് ഈവൻറ്റ് എന്ന് പറയുന്നത് കറസ്പോണ്ടിംഗ്ലി ഫ്യൂഷൻ സ്പ്ലൈസിങ് കാരണം ഉണ്ടാകുന്നതാണ്. റൈറ്റ്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഒരു പ്യുവർ ഫ്രണ്ടൽ റിഫ്ലക്ഷനാണ്. അത് മെക്കാനിക്കൽ സ്പ്ലൈസിങ് കാരണം ഉണ്ടാകുന്നതാണ്. ആൻഡ് ഫൈനലി അത് ടെർമിനേറ്റ് ചെയ്ത് പോകുന്നതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. സോ ഇതൊരു സാമ്പിൾ OTDR ഡിസ്പ്ലേ ആണ്. ഇൻപുട്ട് ഒപ്റ്റിക്കൽ പൾസ് ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു സ്പ്ലൈസ് ഉണ്ട്, ഒരു ഫൈബർ എണ്ണാടുന്നത്. അത് ഡൗൺവേർഡ് സ്ലോപ്പ് റെയ്ലെ ബാക്ക് സ്കാറ്ററിങ്ങിനെ കറസ്പോണ്ട് ചെയ്തപ്പം ഇവിടെ ഒരു ജമ്പ് വരുന്നുണ്ട്. ഈ ചെറിയൊരു ജമ്പ് സ്പ്ലൈസിങ്ങിനെ കറസ്പോണ്ട് ചെയ്ത് പോയതുമാണ്. ഇത് നമുക്ക് സൂം ചെയ്ത് പലപ്പോഴും ഡിസ്പ്ലേ കാണാൻ പറ്റും. അങ്ങനെ സൂം ചെയ്താണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ എക്സാക്ട്ലി ആ സ്പ്ലൈസ് വന്നിരുന്നത് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോ ഇതുണ്ടാക്കുന്ന OTDR മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനീസ് സച്ച് ആസ് വേവ് ടെക് ഒക്കെ തന്നെ പല സോഫ്റ്റ്വെയർസും ഇതിന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർസിൻ്റെ ഹെൽപ്പോടുകൂടി ഫൈബർ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ പർട്ടിക്കുലർ കണക്ടേഴ്സും ഈ പറയുന്ന സ്പ്ലൈസിങ്ങും ഒക്കെ വെച്ചുകൊണ്ടുള്ളത് അതിൽ സിമുലേറ്റ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ എത്ര ലെന്തിൽ ഇത് കറസ്പോണ്ടിങ്ങിലി അറ്റുനേറ്റ് ചെയ്ത് പോകും എന്നുള്ള ഫിഗേഴ്സൊക്കെ നമുക്ക് ഓൾറെഡി കിട്ടും. അപ്പം അതുവഴി നമുക്ക് എത്ര റീജനറേറ്റേഴ്സ് അല്ലെങ്കിൽ എത്ര ഒപ്റ്റിക്കൽ ആംപ്ലിഫയേഴ്സ് പ്രൊവൈഡ് ചെയ്യണം, അതിന് റിലേറ്റഡിലായിട്ട് വരുന്ന ഇൻഫർമേഷൻസ് എല്ലാം തന്നെ നമുക്ക് നേരത്തെ അറിയാൻ കഴിയും. സോ നേരത്തെ കണ്ടു കഴിഞ്ഞ കാര്യങ്ങളാണ്, വേറെ രീതിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഒരു സിംഗിൾ എൻഡ് ടെസ്റ്റിംഗ് ആണ്. അത് ഫൈബറിനെ എൻഡ് ടു എൻഡ് സിമിലർലി ലൊക്കേറ്റ്സ് ആൻഡ് മെഷേഴ്സ് ഈച്ച് ഈവൻ. അതിനോടൊപ്പം തന്നെ ഒരു ഡീറ്റെയിൽഡ് മാപ്പ് ഓഫ് ഫൈബറും തരും. ബാക്ക് സ്കാറ്ററിങ്ങിന് ബെസ്റ്റ് എക്സാമ്പിളായിട്ട് വരുന്ന ഫിഗറാണിത്. യൂണിഫോം ആയിട്ടാണ് ഈ റെയ്ലെ ബാക്ക് സ്കാറ്ററിങ് നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ റെയ്ലെ സ്കാറ്ററിങ് നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിൽ ബാക്ക് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ തിരിച്ച് വരുന്ന റിവേഴ്സ് ഡയറക്ഷനിൽ വരുന്നതാണ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നേ ഉള്ളൂ. സിമിലർലി ഇനി ഇതിനോടൊപ്പം തന്നെ വരുന്ന 2 ലോസസ് എന്ന് പറയുന്നത് ബെൻഡിങ് ലോസസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മൈക്രോ ബെൻഡിങ് ആണ്. സിമിലർലി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മാക്രോ ബെൻഡിങ് ആണ്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൻ്റെ അനലൈസിൽ നോക്കിയതാണ്. മൈക്രോ ബെൻഡ് ആകുമ്പോൾ ചെറിയൊരു പ്രഷർ അതിൻ്റെ ക്യാപ്പ് അല്ലെങ്കിൽ ജാക്കറ്റിൽ ഉണ്ടാകുന്നതാണ് മൈക്രോ ബെൻഡായിട്ട് വരുന്നത്. അതിൻ്റെ ഫലമായിട്ട് ക്രിട്ടിക്കൽ ആംഗിൾ നഷ്ടപ്പെടുകയും പല ലൈറ്റും കോറ് കഴിഞ്ഞ് ക്ലാഡിങ് വഴി എൻ്റർ ചെയ്ത് ജാക്കറ്റ് വഴി നഷ്ടപ്പെട്ടു പോകാനൊരു സാധ്യതയുണ്ട്. മൈക്രോബെൻഡ് ഡെഫിനറ്റ്ലി അതിന് പല എക്സാമ്പിൾസ് ഉണ്ട്. ഈവൻ ഒരു വലിയ ട്രക്ക് റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ ഒരു ചെറിയ രീതിയിലെങ്കിലും അത് ബെൻഡ് ഉണ്ടാക്കും.
റൈറ്റ്, നല്ല വെയിറ്റ് ആ ഫൈബറിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ റോഡിനടിയിലിട്ടിരിക്കുന്ന ഫൈബറിൽ മൈക്രോ ബെൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടാം. സിമിലർലി അത് വേറെ ഏതെങ്കിലും ഇതിനൊക്കെയുള്ള പ്രഷർ ഇൻഡിക്കേഷൻസ് കൊണ്ടുണ്ടാകാം. മാക്രോ ബെൻഡ് ആണെങ്കിലോ ബെൻഡ് ചെയ്യുന്ന ടൈമിലാണ് നമ്മൾ ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് എക്സാക്ട്ലി ഇത് കണക്ക് ഒരു 90 ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മാക്രോ ബെൻഡിങ് ഉണ്ടാകും. ആ ടൈമിലും ഈ പറയുന്ന ലോസസ് എല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇനി ആ ലോസ് പ്രോസസ്സ് ഇതിനകത്ത് വ്യക്തമായ രീതിയിൽ നിങ്ങൾക്ക് ഈവൻ ഫസ്റ്റ് മോഡ്യൂളിൽ പോലും ആഡ് ചെയ്യാൻ പറ്റുന്നൊരു ഫിഗറാണിത്. ഇൻപുട്ട് വരുമ്പോൾ അബ്സോർപ്ഷൻ ലോസസ്, ഇവിടെ ഫസ്റ്റ് ലോസ് ഉണ്ടാകുന്നുണ്ട്, ഇഞ്ചക്ഷൻ ലോസ്. ഇൻപുട്ട് കംപ്ലീറ്റ്ലി ഫൈബറിനകത്തോട്ട് എൻ്റർ ആവണമെന്നില്ല, ഇവിടെ ഒരു ഇഞ്ചക്ഷൻ ലോസ് വന്നു. നെക്സ്റ്റ് പല ലൈറ്റും അബ്സോർബ് ചെയ്ത് പോകുന്നുണ്ട്, അബ്സോർപ്ഷൻ ലോസ്, സ്കാറ്ററിങ് ലോസ്. എഗെയിൻ ഇത് കണക്ക് വരുന്ന മൈക്രോ ബെൻഡ് ലോസസ് വരാം, റൈറ്റ്, മൈക്രോ ബെൻഡ് ആൻഡ് മാക്രോ ബെൻഡ് ലോസസ് വരാം. സ്കാറ്ററിങ് കാരണം ഇവിടെയും ലൈറ്റ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. സിമിലർലി ഇവിടെ കപ്ലിംഗ് ലോസസ് ഉണ്ട്. ഇത് ഒരു ജംഗ്ഷൻ വരുന്ന ടൈമിൽ അവിടെ ഉണ്ടാകുന്ന ലോസാണ്, അത് കഴിഞ്ഞിട്ടാണ് ഔട്ട്പുട്ട് ഒബ്റ്റെയിൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇത്രയും ലോസസ് വഴിയാണ് വന്നു പോകുന്നു എന്നുള്ളതാണ് ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത്. ഇനി OTDRൽ അടുത്ത് ആഡ് ചെയ്യേണ്ടത് ഒരു ടിപ്പിക്കലായിട്ടുള്ള OTDR ഫിഗറാണ് ഇവിടെ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, റൈറ്റ്. ഇങ്ങനെയാണ് നമുക്ക് ആ ഫിഗർ കിട്ടുകയും ചെയ്യുന്നത്, റൈറ്റ്. ഇതിനകത്ത് ഈ ഫിഗർ നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുന്ന കാര്യം റെഡ് ലൈറ്റ് ലേസർ പോയി റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നതിനൊത്ത രീതിയിലാണ് നമുക്ക് ഈ ഫിഗർ കിട്ടി വരുന്നത്. ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നതാണ് ബാക്ക് സ്കാറ്റേഡ് ലൈറ്റായിട്ട് നമുക്ക് വരുന്നത്, റൈറ്റ്. ഇതെല്ലാം തന്നെ പർട്ടിക്കുലർ പോയിൻ്റ് ഈവൻസ് ആണ്, ഫ്രണ്ടൽ റിഫ്ലക്ഷൻസ് ആണ് കാണിച്ചു പോയിരിക്കുന്നത്. അപ്പോൾ ഇത് കാണിച്ചിരിക്കുന്ന കണക്ടർ പെയറിലുണ്ടായിരിക്കുന്ന ലോസാണ്, ഇത് സ്പ്ലൈസിങ് ലോസാണ്. ഇത് സിമിലർലി റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഒരു ഈവൻ്റ് അവിടെ നടന്നു. മാക്രോ ബെൻഡ് കാരണം ഉണ്ടായിരിക്കുന്ന ലോസ് ഈ ഫോമിൽ ഇവിടെ വന്നു പോകും. സിമിലർലി മെക്കാനിക്കൽ സ്പ്ലൈസിങ് ഉണ്ടാവും. സിമിലർലി ഫൈബർ എൻഡ് വന്ന് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഫൈബർ നമ്മൾ ലേ ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് ഈ ഫിഗർ ഇതാണ് ഒരു ഫിഗർ എടുത്ത് വെച്ചിട്ടുണ്ടാവും, റൈറ്റ്. ഇനി വർഷങ്ങൾക്ക് ശേഷം അതിന് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള സിഗ്നൽ കിട്ടുന്നില്ല, അറ്റന്യൂഷൻ ഉണ്ടെന്നൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ കവറേജ് കിട്ടുന്നില്ലെന്ന് പറയുമ്പോൾ ആ ടൈമിൽ ഈ OTDR ഒന്നുകൂടെ ചെക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഈവൻറ്റ് നോക്കുക. ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ ഒരു സ്പ്ലൈസിങ്ങിൽ ആദ്യം കണ്ടതിൻ്റെക്കാളും ഭയങ്കരമായിട്ടുള്ള ലോസ് ഉണ്ടാകുന്ന അസ്യൂം ചെയ്യുക. അപ്പോൾ ആ സ്പ്ലൈസിങ് അവിടെ ചേഞ്ച് ചെയ്യേണ്ട ടൈമായി എന്നുള്ളൊരു വലിയ ഇൻഫർമേഷനാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ എക്സാക്ട്ലി ആ സ്പ്ലൈസ് ഇട്ടെടുത്ത് റിമൂവ് ചെയ്ത് പുതിയ സ്പ്ലൈസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വഴി നമുക്കത് റിക്കളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ റിക്കവർ ചെയ്യാൻ കഴിയും, റൈറ്റ്. സോ OTDR വഴി ലോസസ് കാൽക്കുലേറ്റ് ചെയ്യാം. സിമിലർലി ബ്രേക്സ്, സ്പ്ലൈസസ്, കണക്ടേഴ്സ്, അതിൻ്റെ എല്ലാ ഇൻഫർമേഷൻ സിമിലർലി അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതിനോടൊപ്പം 100 ആണെന്നും കണ്ടു. ഇനി ഗോസ്റ്റ് റിഫ്ലക്ഷൻസ് ആണ്. ഫൈബർ എൻഡ് കഴിഞ്ഞിട്ടും സം റിഫ്ലക്ഷൻസ് ഉണ്ടാകാം. അതാണ് ബേസിക്കലി ഗോസ്റ്റ് റിഫ്ലക്ഷൻസ് ആയിട്ട് വന്നു പോകുന്നത്, റൈറ്റ്. ഇവിടെ നോക്കുക, മെക്കാനിക്കൽ സ്പ്ലൈസ് കഴിഞ്ഞ് അവസാനം ഫൈബർ എൻഡ് എത്തി, അത് കഴിഞ്ഞിട്ടും റിഫ്ലക്ഷൻസ് വരുന്നതിനെ ഗോസ്റ്റ് റിഫ്ലക്ഷൻസ് ആയിട്ടാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സോ നെക്സ്റ്റ് ഈ ഗോസ്റ്റ് റിഫ്ലക്ഷൻസ് എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബേസിക്കലി ഉണ്ടാകുന്നത് ഫൈബറിൻ്റെ എൻഡിലാണ്. എൻഡിൽ സഡനായിട്ട് ടെർമിനേറ്റ് ചെയ്യുന്ന ടൈമിൽ ഫോൾസ് റിഫ്ലക്ഷൻസ് ഉണ്ടാകും. ഒന്നിൽ കൂടുതൽ തവണ അത് ഫോൾസ് റിഫ്ലക്ഷൻസ് ഉണ്ടാകും. അത് നമ്മൾ OTDRൻ്റെ ഡിസ്പ്ലേയിൽ നോക്കുമ്പം ഈ പറയുന്ന കണക്ക് ഗോസ്റ്റ് റിഫ്ലക്ഷൻസ് ആയിട്ട് കാണാം. OTDRൽ നമ്മൾ ഫൈബറിൻ്റെ ലെന്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ അത് ആക്ച്വൽ ലെന്തിൻ്റെക്കാളും ചെറുതാണെങ്കിലും ഈ പറയുന്ന ഗോസ്റ്റ് റിഫ്ലക്ഷൻസ് ഒക്കർ ചെയ്യാം. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് OTDRൻ്റെ ഡിസ്പ്ലേ റേഞ്ച് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് റേഞ്ച് ഒന്ന് ചേഞ്ച് ചെയ്യിക്കുക. അത് വളരെ ചെറുതാണെങ്കിൽ അതൊന്ന് ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ തന്നെ ഗോസ്റ്റ് റിഫ്ലക്ഷൻസ് ഒബ്വിയസ്ലി ഡിസപ്പിയർ ചെയ്യാൻ തുടങ്ങും. സോ ഞാൻ കുറേ ഫിഗേഴ്സ് കാണിച്ചിട്ടുണ്ടെങ്കിലും ഈ ലാസ്റ്റ് ഇപ്പോൾ പ്ലോട്ട് ചെയ്യുന്ന ഫിഗർ നിങ്ങൾ എക്സാമിനേഷന് റിപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ധാരാളം കാര്യങ്ങളും ഉള്ളതാണ്. സോ ആ ഫിഗർ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത് ഒരു ടിപ്പിക്കൽ ഫൈബറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ പൾസ് ലോഞ്ച് ചെയ്യുന്നതാണ് ഈ പോയിന്റ് കാണിച്ചിരിക്കുന്നത്. ലൈറ്റ് പൾസ് ലോഞ്ച്ഡ് ഇൻ ടു ദ ഫൈബർ, റൈറ്റ്. ആ ടൈമിലുള്ള കറസ്പോണ്ടിങ് OTDR ഡിസ്പ്ലേ ആണ് ഈ ആക്സിസിലായിട്ട് കാണിച്ചിരിക്കുന്ന ടൈമിൽ, റൈറ്റ്. അപ്പം ഇവിടം തൊട്ട് തന്നെ ആ പൾസ് നമ്മൾ അപ്ലൈ ചെയ്യാണ്. ലാർജ് പൾസ് നമ്മൾ അപ്ലൈ ചെയ്തു. ഫൈബറിൻ്റെ ലെന്തിനൊത്ത രീതിയിൽ ബാക്ക് സ്കാറ്ററിങ് നടക്കുന്നുണ്ട്. ഇവിടെ ഒരു ഈവൻ്റ് ഉണ്ട്, റൈറ്റ്. അത് ഈവൻറ്റ്സ് വരുന്നിടങ്ങളിൽ ഡോട്ടഡ് ലൈൻസ് ഇട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ജോയിൻറ്റ് വന്ന ടൈമിൽ, റൈറ്റ്, ഇവിടെ ഒരു സഡൻ റിഫ്ലക്ഷൻ ഒക്കർ ചെയ്തു. സിമിലർലി ഇവിടെ റീജിയൻ ഓഫ് ഹൈ അറ്റുനേഷനുള്ള റീജിയനാണിത്. അവിടെ നമുക്ക് കറസ്പോണ്ടിംഗ്ലി ലോസ് സഡൻലി കൂടുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. ഈ റിഫ്ലക്റ്റ് ചെയ്യുന്ന പവറിൻ്റെ ലെവൽ സഡൻലി കുറയുന്നതായിട്ട് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. സിമിലർലി എൻഡ് പോയിന്റിൽ ഫ്രണ്ടൽ റിഫ്ലക്ഷൻ ഉണ്ടാകുന്നതായിട്ടും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫൈബറിൻ്റെ കറസ്പോണ്ടിങ് ഫിഗറാണ് ഈ ട്രേസ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഫൈബറിൽ അപ്ലൈ ചെയ്ത പോയിന്റ് ഇതാണ് ഫൈബറിൻ്റെ എൻഡ്. അതിന് കറസ്പോണ്ടിംഗ്ലി ഉള്ള ടൈം ആക്സിസിലുള്ള OTDR ഡിസ്പ്ലേ ആണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നെക്സ്റ്റ് ഈ പറയുന്ന സ്പ്ലൈസിങ് ലോസോ റിഫ്ലക്ഷൻ ലോസോ ഏത് ഡിസ്റ്റൻസിലാണ് അല്ലെങ്കിൽ എത്രാമത്തെ ഡിസ്റ്റൻസിലാണ് ഈ ഈവൻ്റ് ഒക്കർ ചെയ്യുന്ന കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ സ്ലൈഡ് കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം ലെന്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈമാണ്, റൈറ്റ്. ഇവിടെ റിഫ്ലക്റ്റ് ചെയ്ത് അങ്ങോട്ടും പോകുന്നുണ്ട് ഇങ്ങോട്ടും പോകുന്നുണ്ട്. സോ ടു ആൻഡ് ഫ്രോ ഉള്ളതുകൊണ്ട് ഡിവൈഡഡ് ബൈ 2 യൂസ് ചെയ്തു. അതാണ് ഈ എക്സ്പ്രഷൻ. ബട്ട് വെലോസിറ്റി എന്ന് പറയുന്നതോ നമുക്ക് ഈ പറയുന്ന
C/n ആയിട്ട് ഡിനോട്ട് ചെയ്യാൻ പറ്റും. വേർ C എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് 3 × 10⁸ ആണ്. n എന്ന് പറയുന്നത് ഫൈബറിൻ്റെ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമാണ്. റൈറ്റ്, C/n × T/2 അതാണ് ഈ എക്സ്പ്രഷനായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രാമത്തെ ഡിസ്റ്റൻസിലാണ് ഈ പറയുന്ന ഈവൻറ്റ് ഒക്കർ ചെയ്യുന്നുള്ള ഇൻഫർമേഷൻ കിട്ടും. സോ എക്സാമിനേഷനൊക്കെ ഈ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യേണ്ടതാണ്. നേരത്തെ നമ്മൾ അറ്റ്യൂനേഷൻ്റെ എക്സ്പ്രഷൻ കണ്ടു. ഇത് നമുക്ക് ഈ അറ്റ്യൂനേഷൻ മെഷർമെൻറ്റിന് യൂസ് ചെയ്യുന്ന അടുത്ത സെറ്റ് ഓഫ് എക്സ്പ്രഷൻസ് ചെക്ക് ചെയ്യാം. ഇവിടെ അറ്റ്യൂനേഷൻ ഒപ്റ്റിക്കൽ ലോസിൻ്റെ ഫോമുല, ഈ പവർ ലോസിൻ്റെ ഫോമുലയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 2 പോയിൻറ്റുകൾ തമ്മിലിവിടെ എടുത്തു. അറ്റ്യൂനേഷൻ നമുക്ക് ഒരു പോയിന്റിലുള്ള അറ്റ്യൂനേഷൻ വേണമെങ്കിലും എടുക്കാം. സിമിലർലി 2 പോയിന്റുകളിലുള്ള അറ്റ്യൂനേഷൻ എടുക്കാം. അപ്പോൾ ഈ ഒരു പോയിന്റ് മുതൽ ഈ ഒരു പോയിന്റ് വരെയുള്ള പവറിൻ്റെ, അതായത് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന പവറിൻ്റെ ഡിഫറൻസ് എടുത്ത് /2 ചെയ്യുമ്പോഴും നമുക്ക് അറ്റ്യൂനേഷൻ്റെ റേഷ്യോയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒപ്റ്റിക്കൽ പവർ ലോസ് ആയിട്ടാണ് നമ്മളത് മാർക്ക് ചെയ്യുന്നത്. റൈറ്റ്, ഇനി അത് യൂണിറ്റ് ലെൻത്തിലേക്ക് മാറ്റാൻ വേണ്ടി P1 ഇവിടുത്തെ പവർ നമ്മൾ ചെക്ക് ചെയ്തു, റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നതിൻ്റെ സിമിലർലി അടുത്ത കുറച്ച് നേരം അല്ലെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസിലുള്ള പവറും ചെക്ക് ചെയ്ത് P1 - P2 എടുത്തു, ടു ആൻഡ് ഫ്രോ ഉള്ള ഡിസ്റ്റൻസ് ഡിവൈഡ് ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് ഒപ്റ്റിക്കൽ പവർ ലോസ് പെർ യൂണിറ്റ് ലെന്ത് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. നെക്സ്റ്റ്, സ്പ്ലൈസിങ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ആ സ്പ്ലൈസിങ്ങിന് തൊട്ട് മുമ്പുള്ളൊരു പോയിന്റ് എടുത്തു, സിമിലർലി അതിന് ശേഷമുള്ളൊരു പോയിന്റ് എടുത്തു. അത് തമ്മിൽ വരുന്ന പവറിൻ്റെ ഡിഫറൻസ് ആണ് ബേസിക്കലി സ്പ്ലൈസിങ് ലോസിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. റൈറ്റ്, ഇവിടെ ഒരു ഡിസ്റ്റൻസിൽ തന്നെയാണ് സ്പ്ലൈസ് ഇരിക്കുന്നത്. ഡിസ്റ്റൻസ് കൂടുന്നൊന്നുമില്ല, വളരെ ചെറിയൊരു ഡിവൈസാണ്. അപ്പോൾ അതുകൊണ്ട് ആ പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ തന്നെ 2 പോയിന്റുകളാണ് ചെക്ക് ചെയ്യാനെടുത്തത്. അതിന് കയറുമ്പോഴും ആ സ്പ്ലൈസിങ്ങിന് എൻ്റർ ചെയ്യുന്ന ടൈമിലുള്ള പവറും ലീവ് ചെയ്ത് കഴിയുമ്പോഴുള്ള പവറുമാണ് കമ്പാരിസന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. സോ സ്പ്ലൈസ് ലോസ് യൂസ് ചെയ്യുന്ന അടുത്തൊരു ടെക്നിക്കാണിത്, മെനി പോയിന്റ് മെത്തേഡ്. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഒരു സ്പ്ലൈസ് ഇരിപ്പുണ്ട് ഈ ബ്ലൂ കളറിൽ. അപ്പം ഈ സ്പ്ലൈസിങ്ങിന് മുമ്പ് 2 പോയിന്റ്സ് എടുത്തു. റൈറ്റ്, അങ്ങനെ മുമ്പിലുള്ള 2 പോയിന്റ്സ് വെച്ചുകൊണ്ട് ഞാൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൺസ്ട്രക്ട് ചെയ്തു. അതാണ് Y1 ആയിട്ട് ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്ന ഈ സ്ട്രെയിറ്റ് ലൈനായിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. റൈറ്റ്, സിമിലർലി സ്പ്ലൈസിങ്ങിന് ശേഷവും 2 പോയിന്റ്സ് എടുത്തു, ഒരു സ്ട്രെയിറ്റ് ലൈൻ കൺസിഡർ ചെയ്തു. അതാണ് ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ലൈൻ. റൈറ്റ്, അപ്പം ഇങ്ങനെയുള്ള 2 ലൈനിലെല്ലാം പല പോയിന്റ്സ് വഴി സ്പ്ലൈസിംഗ് ലോസ് ഇവാലുവേറ്റ് ചെയ്യുന്ന ടെക്നിക്കാണ് മെനി പോയിന്റ് മെത്തേഡ്. സോ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ്റെ മറ്റൊരു ട്യൂട്ടോറിയലായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.